മലയാളി സംവിധായകന് എത്രയെത്ര പ്രശംസകൾ കിട്ടാം. മലയാളി താരങ്ങളിൽ നിന്ന് കിട്ടാം, മറ്റ് ഭാഷകളിൽ നിന്ന് കിട്ടാം. എന്നാൽ ഇപ്പോഴിതാ ഡിഞ്ചിത് അയ്യത്താന് പ്രശംസ കിട്ടുന്നത് പ്രഭാസിൽ നിന്നാണ്. ഡാർലിംഗ് പ്രഭാസ് എന്ന് പ്രഭാസിൻ്റെ ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന പ്രഭാസിൽ നിന്ന് ഡിഞ്ചിത് അയ്യത്താന് ഒരു വാട്സാപ്പ് മെസ്സേജ് കിട്ടുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ പ്രഭാസും ഡിഞ്ചിത് അയ്യത്താനും ചേർന്ന് ഒരുമിച്ചൊരു ഫോട്ടോ ഡിഞ്ചിത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അതുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ഡിഞ്ചിത്തിന് അടുത്ത ചിത്രത്തിൽ പ്രഭാസ് ആണോ നായകനായി എത്തുന്നത് എന്ന് പോലും ചോദ്യചിഹ്നങ്ങൾ അപ്പോൾ മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവർ ഫ്രീക്വൻ്റ്ലി കോൺടാക്റ്റിംഗ് ആണെന്നും ഡിഞ്ചിത്ത് തന്നെയാണ് ഇപ്പോൾ ഈ വാട്സാപ്പിൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് പ്രഭാസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഹായ് സർ, സോ KK എക്സ്ട്രാordinary ക്ലൈമാക്സ്. KK എന്ന് ഉദ്ദേശിക്കുന്നത് കിഷ്കിന്ദ കാണ്ഡമാണ്. കിഷ്കിന്ദ കാണ്ഡം കണ്ടു, ഗംഭീരമായ ക്ലൈമാക്സ് ആണെന്ന് പറയുന്നു. ലവ്ഡ് ഇറ്റ്, യു ഹാവ് വെരി ഇൻ്റർനാഷണൽ ടച്ച് ഇൻ യുവർ ഫിലിംസ് എന്നതാണ് പ്രഭാസിൻ്റെ മെൻഷനിങ് അല്ലെങ്കിൽ പ്രഭാസിൻ്റെ കോമെൻറ്റ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ എന്ന് ഡിഞ്ചിത് അയ്യത്താൻ തിരിച്ച് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ മെസ്സേജായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നതും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മലയാളി സംവിധായകന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു വലിയ എക്സ്പോഷറിൻ്റെ ഭാഗം കൂടിയാണ് ഒരു പ്രഭാസ് ചിത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്ത സിനിമകളൊക്കെ തന്നെ വലിയ പരാജയങ്ങളായി മാറിയിരുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ റിലീസായ രാജാ സാബ് എന്ന സിനിമയുടെ അവസ്ഥ കണ്ട് പ്രഭാസ് ആരാധകർ പോലും തിയേറ്ററുകളിൽ വിഷമിച്ച് പോയിരുന്നൊരു കാഴ്ചയുണ്ട്. അവിടെയാണ് ഡിഞ്ചിത് അയ്യത്താൻ്റെ പ്രസൻസ് എത്രമാത്രം പ്രഭാസിന് ആവശ്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിഞ്ചിത് അയ്യത്താൻ്റെ അവസാനത്തെ 2 സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഒന്ന് കിഷ്കിന്ദ കാണ്ഡം, മറ്റൊന്ന് എക്കോ. ഈ 2 സിനിമകളും അങ്ങേയറ്റം സിനിമ ആസ്വാദകരെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയും ഈ 2 സിനിമകൾക്കും ഒരു യുണീക്ക് എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. റിട്ടൺ ബൈ ബാഹുൽ രമേശ്, അതും കൂടി എടുത്ത് പറയണം, ആൻഡ് DOP ഓൾസോ ബൈ ഹിം. പക്ഷേ ഡിഞ്ചിത്തിൻ്റെ സിനിമകൾക്ക് ഇപ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ആ മിനിമം ഗ്യാരണ്ടി ഉണ്ടാക്കിയെടുക്കാൻ ഡിഞ്ചിത് അയ്യത്താന് സാധിച്ചു എന്നുള്ളതാണ്. കക്ഷി അമ്മിണി പിള്ളയിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും എക്കോ ആൻഡ് കിഷ്കിന്ദ കാണ്ഡം ഈ 2 സിനിമകൾ മലയാളി ഓഡിയൻസിൽ മാത്രമല്ല കേട്ടർ ചെയ്തത്. ഇത് നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും. പല രീതിയിലും ഈ ഹിന്ദി ആളുകളൊക്കെ തന്നെ ഇത് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എക്കോ എന്ന സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഈ സിനിമകൾ ഉണ്ടാക്കുന്ന എക്സ്പോഷർ ചെറുതൊന്നുമല്ല. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൂടെ റിലീസ് ചെയ്തെങ്കിൽ പോലും അതും ബാക്കിയുള്ള ഓഡിയൻസിലേക്ക് കേട്ടർ ചെയ്യുന്നതും ചെറുതൊന്നുമല്ല. അപ്പോൾ ഡിഞ്ചിത്തിന് സ്വാഭാവികമായിട്ടും പ്രഭാസിൽ നിന്നൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മാർച്ച് 10-ാം തീയതിയാണ് ഡിഞ്ചിത് അയ്യത്താൻ പ്രഭാസുമായിട്ടുള്ള ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനും ഇങ്ങനെയാണ്: മീറ്റിംഗ് വിത്ത് സൂപ്പർ സ്റ്റാർ പ്രഭാസ്, എ വണ്ടർഫുൾ ഈവനിങ് ഫിൽഡ് വിത്ത് ഗ്രേറ്റ് കോൺവെർസേഷൻസ്, laughter and a lovely dinner. Truly love the prawns biryani. Thank you Prabhasu for the amazing hospitality and for making it such a warm and memorable evening. Also grateful to Vijay sir, Home Bale Films. ഇതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒന്നാമത്തെ കാര്യം, നായകന്മാരും സംവിധായകരും തമ്മിൽ മീറ്റിംഗ് നടക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ പല ഇൻഡസ്ട്രീസിൽ നിന്നും പലരും പോയി മീറ്റിംഗ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ അവർ വളരെ രഹസ്യമായി വളരെ ഹിഡനായിട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ പുറത്ത് പറയണമെങ്കിൽ ആ പ്രോജക്റ്റ് ഒഫീഷ്യലി ഓൺ ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള മീറ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഈ 2 കാര്യങ്ങളും തട്ടിക്കളയാം. കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് കൂടി ഡിഞ്ചിത് അയ്യത്താൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഹോം ബാലെ ഫിലിംസ്. വിജയ് കിരഗന്തൂർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കമ്പനിയാണ് ഹോം ബാലെ ഫിലിംസ്. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് അവർ വന്നത്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവരുണ്ടാക്കിയെടുത്ത ലോകം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ജസ്റ്റ് മെൻഷൻ 2 ഓഫ് ദ ഫിലിംസ്, KGF ആൻഡ് കാന്താര, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. ആ ഹോം ബാലെ ഫിലിംസ് ആണ് ഇപ്പോൾ ഡിഞ്ചിത് അയ്യത്താനെയും പ്രഭാസിനെയും വെച്ചുകൊണ്ടൊരു സിനിമ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ മുതൽ, ഡിഞ്ചിത് അയ്യത്താൻ മാർച്ച് 10-ാം തീയതി ഈ പോസ്റ്റ് ഇട്ടപ്പോൾ മുതൽ അങ്ങ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നുകൊണ്ടിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോഴിതാ ഇരുവരുടെയും ചാറ്റും കൂടെ പുറത്തു വരുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നത്: ഒന്നുകിൽ പ്രഭാസ് ഇസ് കമ്മിങ് ടു മലയാളം സിനിമ, വിച്ച് ഇസ് റയർ. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമല്ലെങ്കിൽ ഡിഞ്ചിത് അയ്യത്താൻ ഇസ് ഗോയിങ് ടു തെലുഗു ഫിലിം ഇൻഡസ്ട്രി. അങ്ങനെയാണെങ്കിൽ പ്രഭാസിന് നായകനാക്കിക്കൊണ്ട് ഡിഞ്ചിത് അയ്യത്താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ബാങ്ക്റൂൾഡ് ബൈ ഹോം ബാലെ ഫിലിംസ് എന്നുള്ള ഒരു നറേറ്റീവിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തും, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ എ സ്മോൾ ഡീൽ. കാരണം എക്കോ, കിഷ്കിന്ദ കാണ്ഡം എന്ന 2 സിനിമകൾ ഡിഞ്ചിത് അയ്യത്താനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന വേൾഡ് ഓഫ് സിനിമ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. മറ്റ് ഭാഷകളിലെ സംവിധായകർ, നടന്മാർ, പ്രൊഡക്ഷൻ കമ്പനീസ് എല്ലാവരും ഡിഞ്ചിത് അയ്യത്താനെ ഹൂക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം 2 കണ്ടിന്യൂസ് സക്സസ്ഫുൾ ഫിലിംസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രഭാസുമായിട്ടുള്ള ഈ ചിത്രവും നമ്മൾ കോട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചാറ്റും കൂടി എടുത്ത് വായിക്കുമ്പോഴേക്കും സംതിങ് ഇസ് കുക്കിംഗ് അപ്പ് എന്നതും കൂടി തോന്നുന്നത് ഒരു പക്ഷേ
പ്രഭാസും രഞ്ജിത്ത് അയ്യത്താനും ഒരുമിച്ചുള്ള ഒരു സിനിമ ഉടനടി തന്നെ സംഭവിക്കാം. അതിൻ്റെ അനൗൺസ്മെൻറ്റും ഉടനടി തന്നെ സംഭവിക്കാം. കാരണം പ്രഭാസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വീക്ക് പോയിന്റിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാഹുബലി 2, അതിനുശേഷം പ്രഭാസിൻ്റെ ലൈനപ്സ് നിങ്ങൾ എടുത്തു നോക്കിയേ. സാഹോ വാസ് എ ഹിറ്റ്, ബാക്കിയുള്ള സിനിമകളൊക്കെ ഹിറ്റാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസാസ്റ്റർ ആണ്, രണ്ടും നിൽക്കുന്നുണ്ട്. കാരണം പ്രഭാസിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാൽ പോലും ആദ്യ ദിവസം തന്നെ 100 കോടിയിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള ഫാൻസ് പ്രഭാസിനുണ്ട്. വെദർ ഇറ്റ് ഇസ് എ ഡിസാസ്റ്റർ മൂവി ഓർ വെദർ ഇറ്റ് ഇസ് എൻ എബോ ആവറേജ് ഓർ ബിലോ ആവറേജ് ഫിലിം, ഫാൻസ് ഉണ്ട്. ഈ ഇപ്പോൾ ഏറ്റവും രാജാ സാബ് എടുത്ത് നോക്കിയാൽ പോലും ഫസ്റ്റ് ഡേ 100 crores മേളിലാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം അത് അങ്ങോട്ടേക്ക് ഗ്രോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ആ സിനിമ ഒരു അട്ടർ ഫ്ലോപ്പാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്കയുമായിട്ട് സ്പിരിറ്റ് എന്ന സിനിമയാണ് പ്രഭാസ് ചെയ്യുന്നത്. പ്രഭാസിന് തന്നെ ആ സിനിമ 100 വട്ടം എത്രയോ പ്രഭാസിങ്ങനെ വാചാലാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ രാജാ സാബിൻ്റെ ഇൻ്റർവ്യൂ പോർഷൻസിൽ സന്ദീപ് റെഡ്ഡി വാങ്ക ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തന്നെ എല്ലാം സ്പിരിറ്റിനെ പറ്റിയാണ് അറിയേണ്ടിയിരുന്നതും ചോദിക്കേണ്ടി ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ രഞ്ജിത്ത് അയ്യത്താനുമായിട്ട് വരുന്നത്. സോ പ്രഭാസ് ഇസ് ഷേപ്പിംഗ് ഹിസ് കരിയർ. ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഡയറക്ടേഴ്സിനെ എല്ലാം മാറ്റി പരീക്ഷിച്ച് പ്രഭാസ് മാറാൻ ശ്രമിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നത് പ്രഭാസ് ഒരു സൂപ്പർ സ്റ്റാർ ഓറയിൽ നിന്നൊക്കെ മാറി പ്രഭാസ് സ്ക്രീൻ പ്ലേയിലേക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു 2.0 വേർഷൻ അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. ബാഹുബലി 1ഉം 2ൽ നിന്നും കിട്ടിയ പ്രഭാസ് അതിനുശേഷം കൽക്കി വാസ് ഓസം ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എന്നാൽ പോലും പ്രഭാസിൽ നിന്ന് കിട്ടുന്ന ഒരു റൺ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ പ്രഭാസിനെ പോലെ തന്നെ അതേപോലെ തന്നെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ മാറിയ ആളാണ് യാഷ് ആവട്ടെ. KGF 1ഉം 2നും ശേഷം 4 വർഷമാണ് ടോക്സിക്കിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. വേറെ ഒരു സിനിമേഴ്സും കമ്മിറ്റ് ചെയ്തില്ല. പ്രഭാസ് അങ്ങനെയല്ല, തുടരെയാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. തുടരെ സാഹോ ആവട്ടെ, രാധേശ്യാം ആവട്ടെ, എത്ര പടങ്ങൾ പ്രഭാസ് അതിനിടയിൽ ചെയ്തു. പക്ഷെ അതൊന്നും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവുകയോ ഈ ബാഹുബലി ഫാൻസിനെ സന്തോഷപ്പെടുത്തുന്ന രീതിയിലൊന്നും പ്രഭാസിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. സലാറും ഒരു തരത്തിൽ പ്രശാന്ത് നീലിൻ്റെ ഒരു അത്ര വലിയ സിനിമയൊന്നും ആയിരുന്നെങ്കിൽ പോലും സലാർ 2 is on cards. വിജയ് കിരകന്തൂർ ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സലാർ 2ൻ്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുന്നു. സോ അങ്ങനെ പ്രഭാസിൻ്റെ ഒരു സിനിമ കരിയർ തന്നെ അദ്ദേഹം ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ രഞ്ജിത്ത് അയ്യത്താനുമായിട്ടുള്ള ഒരു മലയാളി സംവിധായകൻ്റെ കൊളാബറേഷനും കൂടി വരുന്നത്. അത് നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.